സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സാമൂഹിക പ്രവർത്തക ദയാഭായ്. സാധാരണ മനുഷ്യർ ജീവിക്കാൻ വേണ്ടി സമരം ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സുഖമായി യാത്ര ചെയ്ത് നടക്കുകയാണെന്ന് ദയാഭായ് ആരോപിച്ചു. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമഠം ചേരുന്നു. അഖിൽ, സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം തന്നെയാണ് ദയാഭായ് ഉന്നയിച്ചിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലായിരുന്നു ദയാഭായിയുടെ പ്രതികരണം? രോഹിണി, ഗുഡ് മോർണിംഗ്. കേരളത്തിലെ പൊതു സാമൂഹിക വിഷയങ്ങളിലൊക്കെ തന്നെ ഇടപെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകയാണ് ദയാഭായ്. നമ്മൾ ഇതിനു മുമ്പ് ദയാഭായിയുടെ ഒരു സമരം, നിരാഹാര സമരം കണ്ടത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിലാണ്. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സഹായനിധി സർക്കാർ വൈകിപ്പിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു അന്ന് ദയാഭായ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ആരംഭിക്കുകയും അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും മന്ത്രിമാർ തന്നെ നേരിട്ട് ചർച്ചയ്ക്കെത്തിയതിനു ശേഷമാണ് നിരാഹാര സമരം അവസാനിപ്പിച്ചവർ മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ആ സമരം വീണ്ടും കേരളത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സമരമാണ് നടക്കുന്നതെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ദയാഭായിയുടെ പ്രതികരണം ഉണ്ടായിരുന്നത്. 154ാമത്തെ ദിവസമാണ് മുനമ്പത്ത് ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ അവർ ഭൂമിക്ക് വേണ്ടിയുള്ള സമരം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ആ സമിതിയുടെ ആ സമരപ്പന്തലിലേക്ക് എത്തിയതിനു ശേഷമായിരുന്നു ദയാഭായ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. ആ ഭൂമിക്ക് വേണ്ടി ചിലർ മുനമ്പത്ത് സമരം നടത്തുന്നുണ്ട്, വേതനത്തിന് വേണ്ടി ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം നടത്തുന്നുണ്ട്, എൻഡോസൾഫാൻ ദുരിതബാധിതർ സമരം നടത്തുന്നുണ്ട്. കേരളത്തിൽ ജീവിക്കാൻ വേണ്ടിയും ശമ്പളത്തിന് വേണ്ടിയും ഒക്കെ തന്നെ സമരം നടത്തുന്ന സമയത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ തന്നെ വലിയ രീതിയിൽ ദൂർത്തടിച്ച് കറങ്ങി നടക്കുന്നു എന്ന ഒരു ആരോപണമാണ് ദയാഭായിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിൽ അവർ വ്യക്തമായി പറയുന്നുമുണ്ട്, മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു അസുഖം വന്നാൽ വിദേശത്താണ് ചികിത്സയ്ക്ക് പോകുന്നത്. മുഖ്യമന്ത്രിയുടെ ഒപ്പം മക്കളും കൊച്ചുമക്കളും മരുമക്കളും എല്ലാവരും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മന്ത്രിമാരൊക്കെ തന്നെ കേരളത്തിൽ വലിയ വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി എന്നതിൻ്റെ പേരിൽ ലോകം മുഴുവൻ കറങ്ങി നടക്കുന്നു എന്നൊരു പരിഹാസപൂർണമായിട്ടുള്ള ഒരു വിമർശനമാണ് ദയാഭായിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന, സർക്കാർ കേരളത്തിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇന്നുള്ളത് എന്ന വിമർശനം കൂടി ദയാഭായ് മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും കേരളത്തിലെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം തന്നെയാണ് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകയായ ദയാഭായിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അവർ കഴിഞ്ഞ ദിവസം ഒരു കാര്യം കൂടി ചേർത്തു പറഞ്ഞത്, അവർ തിരുവനന്തപുരത്ത് തന്നെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയും ആ പരിപാടിയിൽ പങ്കെടുത്തതിനു ശേഷം കേരളത്തിൽ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് എന്ന തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയതിൻ്റെ പേരിൽ കാസർഗോട്ടേക്ക് തിരിച്ചെത്തുന്ന സമയത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകരിൽ നിന്ന് പോലും അധിക്ഷേപം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി, സൈബർ ആക്രമണം അടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് അടക്കം ദയാഭായ് പറയുന്നുണ്ട്. എന്തായാലും സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി തന്നെ ദയാഭായ് രംഗത്തെത്തിയിരിക്കുകയാണ്. കേരളത്തിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്, കേരളത്തിൽ വലിയ തോതിലുള്ള അക്രമങ്ങളും അതുപോലെ തന്നെ കേരളത്തിലെ സാധാരണക്കാർ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ സമരങ്ങളുമാണ് നടത്തുന്നത്. അത്തരത്തിൽ സമരങ്ങൾ നടക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ധൂർത്തും അനാവശ്യ ചെലവുമൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത്. അതിനോടൊപ്പം ചേർത്തു ദയാഭായ് പറഞ്ഞത്, മുഖ്യമന്ത്രിയെ കണ്ട് ചില കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചതാണ്. നവകേരള സദസ്സിൻ്റെ യാത്ര നടക്കുന്ന സമയത്ത് അന്ന് മുഖ്യമന്ത്രിയെ കാണണമെന്ന് പോകണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ആ മുഖ്യമന്ത്രിയുടെ യാത്രയുടെ ആഡംബരവും കണ്ട് മുഖ്യമന്ത്രിയുടെ ആ ഭക്ഷണ രീതിയും ധൂർത്തും അതിൻ്റെ അനാവശ്യ ചെലവുകളുമൊക്കെ കണ്ടപ്പോൾ അങ്ങോട്ട് പോകാൻ സാധിച്ചില്ല എന്നൊരു വിഷമം കൂടി ദയാഭായ് കഴിഞ്ഞ ദിവസം നമ്മളോട് സൂചിപ്പിച്ചിരുന്നു. എന്തായാലും സർക്കാരിനെതിരെ വിമർശനവുമായി സാമൂഹ്യ പ്രവർത്തകരടക്കം രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലെ സമര സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നത്. രോഹിണി, ശരി. അഖിൽ പാലോട്ടുമഠമാണ് വിവരങ്ങൾ നൽകിയത്.